പൊതിച്ചോറെന്ന് കേൾക്കുമ്പോൾ ചാടി വീഴാത്ത മലയാളികൾ ഉണ്ടാവില്ലല്ലേ. പൊതിച്ചോറ് നമുക്കൊരു സ്വീറ്റ് മെമ്മറീസ് ആണേ. പണ്ട് എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഉമ്മച്ചിയാണെങ്കിൽ ഡെയിലി പൊതിച്ചോറ് തന്നു വിടും കേട്ടോ. പൊതിച്ചോറ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ വാഴയില അങ്ങോട്ട് വെട്ടിയിട്ട് വിറകടുപ്പിനകത്ത് വെച്ച് ആ ഇല നന്നായിട്ട് വാട്ടിയെടുക്കും. അതിനകത്തോട്ട് നല്ല ചൂട് ചോറ് വിളമ്പി അതിനകത്ത് ഒരു ചമ്മന്തിയും പൊട്ടറ്റോ മെഴുക്ക് വരട്ടിയും വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടിയും മീൻ പൊരിച്ചതും അച്ചാറെന്ന് പറഞ്ഞാൽ 2 ഐറ്റം ഉണ്ടാവും കേട്ടോ. ഇവിടെ നമ്മൾ പൊട്ടറ്റോ മെഴുക്ക് വരട്ടി അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പക്ഷെ വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടിക്ക് വരെ നമുക്ക് ബീൻസ് തോരനാണ് കിട്ടിയത്. ഒരു മുട്ട പൊരിച്ചതും കൂടെ വെച്ചാലേ പൊതിച്ചോറ് കംപ്ലീറ്റ് ആവുമെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ മുട്ട പൊരിച്ചത് പൊതിച്ചോറിനകത്ത് എനിക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ട് ആ ഒരു ഐറ്റം ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ചൂട് ചോറൊക്കെ ഇങ്ങനെ വാട്ടിയ ഇലയിൽ നല്ലതായിട്ട് അങ്ങോട്ട് പൊതിഞ്ഞ് നമുക്ക് ന്യൂസ് പേപ്പർ കിട്ടാത്തതുകൊണ്ടുണ്ടല്ലോ, നൂണിൻ്റെ ഒരു കവർ ഇവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അതിനെ ഞാൻ കട്ട് ചെയ്തിട്ട് അത് പേപ്പർ പോലെ ആക്കി അതിനകത്ത് എന്താ ചെയ്യുക പൊതിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇന്ന് ഇക്കാക്ക് ഇത് കൊടുത്ത് നമുക്ക് ഞെട്ടിക്കാവേ. ഇക്ക വരുമ്പോൾ നമുക്ക് സ്പെഷ്യലായിട്ട് കൊടുക്കാം. യെസ്.